അത്യഭിവന്യ ബസേലിയസ് കർദിനാൾ ക്ലീമീസ് ബാവത്തിരുമേനി, കേരളത്തിൻ്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സാർ, അഭിനന്ദ പിതാക്കന്മാരെ, വികാരി ജനറൽമാരെ, മേജർ സുപ്പീരിയേഴ്സ്, വൈദികരെ, വിശിഷ്ട അതിഥികളെ, സഹോദരങ്ങളെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ 15 വയസ്സ് വരെയുള്ളതായ കുട്ടികൾക്ക് വേണ്ടിയുള്ള അപ്പസ്തോലിക് സ്കൂൾ അവരെ വചന പഠനം നടത്തുന്ന ഒരു ക്യാമ്പ്. ഒരു ദിവസം ഈ കുട്ടികളുമായി സംവാദത്തിൽ ഏർപ്പെടുവാൻ എനിക്ക് അവസരം ലഭിച്ചു. മുതിർന്ന ആളുകൾ ചോദിക്കുവാൻ മടിക്കുന്ന പല ചോദ്യങ്ങളും കുട്ടികൾ നമ്മോട് ചോദിക്കും. അവർ എന്നോട് ചോദിക്കും, അച്ഛാ, ഞങ്ങൾ ഓടിച്ചാടി നടക്കുന്നത് പോലെ ഞങ്ങളെപ്പോലെ നടക്കാൻ സാധിക്കാത്തതിൽ അങ്ങേക്ക് നിരാശ തോന്നാറില്ലേ? വീൽ ചെയറിൽ മറ്റുള്ളവർ അങ്ങയെ ഉരുട്ടിക്കൊണ്ട് പോകുമ്പോൾ അങ്ങയെ എടുത്ത് കാറിലും മറ്റും കയറ്റുമ്പോൾ അങ്ങേക്ക് അപകർഷതാബോധം തോന്നാറില്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതുപോലെ ഒരിക്കൽ കൂടെ എഴുന്നേറ്റ് നടക്കണം എന്ന് അങ്ങ് ആഗ്രഹിച്ചിട്ടില്ലേ? ഇതെല്ലാം ഹൃദയത്തിൽ തൊടുന്ന ചോദ്യങ്ങളാണ്. ഞാൻ അവർക്ക് മറുപടി കൊടുത്തു. ഏതാണ്ട് 40 വർഷക്കാലം ഈ ലോകത്തിൽ ഞാൻ ഊർജ്ജസ്വലതയോടെ നടന്നു. ലോകരാഷ്ട്രങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ മാർപ്പാപ്പായുടെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ സന്ദർശിക്കുവാനുള്ളതായ ഭാഗ്യം എനിക്ക് ലഭിച്ചു, ആദരവ് ലഭിച്ചു. ഒരു പക്ഷേങ്കിൽ മലങ്കര കത്തോലിക്ക സഭയിലെ ഒരു വൈദികനും ലഭിച്ചിട്ടില്ലാത്ത അവസരങ്ങൾ, ആരും അനുഭവിച്ചിട്ടില്ലാത്തതായ വിഭവങ്ങൾ, ഇവയൊക്കെ ആസ്വദിക്കുവാൻ 40 വർഷക്കാലം എനിക്ക് സാധിച്ചു. 40 വയസ്സിന് ശേഷം ഞാൻ 4 ചുവരിനുള്ളിലേക്ക് തളയ്ക്കപ്പെട്ടു. ഇനി നാളെ എന്ത് എന്നത് ഞാൻ ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ ഒരിക്കൽ കൂടി എഴുന്നേറ്റ് ആ 40 വർഷം ജീവിച്ചതുപോലെ ആക്റ്റീവായി പ്രേക്ഷിത പ്രവർത്തനം നടത്താനാണ് ദൈവഹിതമെങ്കിൽ ഞാനതിന് വിധേയപ്പെടുന്നു. എന്നാൽ എനിക്ക് ഒരു കാര്യത്തിൽ മാത്രം നിർബന്ധമുണ്ട്. അതായത്, ഒരു പക്ഷേങ്കിൽ എനിക്ക് ഈ ലോകത്തിൽ എഴുന്നേൽക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, എനിക്ക് നടക്കാൻ സാധിച്ചില്ല എങ്കിലും, ഒരു നാൾ ഞാൻ എടുക്കപ്പെടുമ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ എനിക്ക് സാധിക്കണം. ദൈവസന്നിധിയിൽ ശിരസുയർത്തി നിൽക്കുവാൻ
എനിക്ക് സാധിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ബോധ്യത്തിലേക്ക്, ഈ ഒരു മനോഭാവത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് മണിക്കൂറുകളോളം ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഞാൻ അടയിരുന്നത് വഴിയായിട്ടാണ്. ദൈവത്തിൻ്റെ വചനം എനിക്ക് ഭക്ഷണമായത് വഴിയായിട്ടാണ്. ദൈവത്തിൻ്റെ വചനം എനിക്ക് ജീവശ്വാസം പോലെ പ്രിയപ്പെട്ടതായതുകൊണ്ടാണ് ഈ ഒരു മനോഭാവം എനിക്ക് സ്വീകരിക്കുവാൻ സാധിച്ചത്. അതിൽ സങ്കീർത്തനങ്ങളിലൂടെയുള്ള യാത്ര എനിക്ക് വലിയ ആത്മധൈര്യം പകർന്നിട്ടുണ്ട്. നമുക്കറിയാം, മനുഷ്യൻ്റെ വികാരങ്ങളും വിചാരങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ സമഞ്ജസമായി സമ്മേളിക്കുന്ന ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് സങ്കീർത്തനമാണ്. ദാവീദിൻ്റെ കിന്നരത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അവിടെ എൻ്റെ കണ്ണീരിൻ്റെ ഉപ്പുരസം അവിടെ ഉണ്ടാകും. ദാവീദിൻ്റെ കിന്നരത്തിൽ ദാവീദിനെ പോലെ അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുള്ളതായ കുറവുകളെപ്പറ്റി, പോരായ്മകളെ പറ്റിയുള്ളതായ അനുതാപത്തിൻ്റെതായ അരൂപി അതിലുണ്ടാകും. ദാവീദിൻ്റെ കിന്നരത്തിൽ വലിയ ദൈവസ്നേഹത്തിൻ്റെ, വലിയ ദൈവാശ്രയത്തിൻ്റെ, ദൈവസ്തുതിപ്പിൻ്റെ ഈരടികൾ നിങ്ങൾക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. ഇവിടെ അത്യഭിഗമ്യ ബാബ തിരുമേനി, ആദരണീയനായ പ്രതിപക്ഷ നേതാവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഐറേനിസ് പിതാവും, ഞാൻ വളരെയേറെ സ്നേഹിക്കുന്ന ഇഗ്നാത്യസ് പിതാവും സൂചിപ്പിച്ചതുപോലെ മാനുഷികമായ രീതിയിൽ ഇപ്രകാരം ഒരു ഗ്രന്ഥം എഴുതി തീർക്കുക അത് സാധ്യമല്ല. ബഹുമാന്യനായ വി.ഡി. സതീശൻ സാറിനെ കൊണ്ട് ദൈവം പറയിപ്പിച്ചതാണ് സ്വർഗത്തിൻ്റെ കയ്യൊപ്പുള്ള ഗ്രന്ഥമാണ് ഇത് എന്ന്. കാരണം വലത് കൈ മാത്രം സ്വാധീനമുള്ള, അതിൽ ഏതാനും വിരലുകൾ മാത്രം നന്നായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് 500 പേജുകൾ എഴുതണമെങ്കിൽ അത് ദൈവത്തിൻ്റെ കരമല്ലാതെ മനുഷ്യൻ്റെ ശക്തിയാണ് എന്ന്, അത് ജോൺസൺ കൈമലിയച്ചൻ്റെ ഒരു വർക്കാണ് എന്ന് ഒരിക്കലും ഞാൻ അവകാശപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം എൻ്റെ കരം പിടിച്ച് വർഷങ്ങളായുള്ള എൻ്റെ സഹനത്തിൻ്റെ ആ യാത്രയിൽ എനിക്ക് നൽകിയതായ ആ ആത്മധൈര്യം, ആ ശക്തി, ഈ സഹനത്തെ ഒരു കൃപയായിട്ട്, അഭിഷേകമായിട്ട് മാറ്റുവാൻ എനിക്ക് സാധിച്ചത് കൊണ്ടാണ് ഈ സഹോദരങ്ങളെ ഇന്ന് ഇവിടെ വച്ച് ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൽ ഈ പുസ്തകം പ്രസാധനം ചെയ്യുവാൻ, പ്രകാശനം ചെയ്യുവാൻ എനിക്ക് സാധിച്ചത്. ഈ യാത്രയിൽ എനിക്ക് വലിയ ആത്മവിശ്വാസം നൽകിയ വ്യക്തിയാണ് അത്യഭിഗമ്യ ബാബ തിരുമേനി. ഞാൻ ഓർക്കുന്നു, 2010 വത്തിക്കാനിൽ ഞാൻ താമസിക്കുന്ന വത്തിക്കാൻ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ എൻ്റെ മുറിയിൽ അഭിയുന്ന പിതാവ് അവിടെ റോം സന്ദർശിക്കാനായി വന്ന അവസരത്തിൽ എന്നെ ഒരു വലിയ തളർച്ച ബാധിച്ചിരിക്കുന്നു എന്ന വിവരം ഞാൻ പിതാവിനോട് ആദ്യമായി സൂചിപ്പിക്കുന്നത്. ഞാൻ എന്നും ഓർക്കുന്നുണ്ട്, പിതാവിൻ്റെ കണ്ണുകൾ ആ സമയം ഈറനണിഞ്ഞത്.
പിതാവ് എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ജോൺസൺ അച്ഛ, ഞാൻ കൂടെയുണ്ട്. ആ ചേർത്ത് പിടിച്ചുള്ളതായ ആ ആശ്ലേഷം, അതിന് യാതൊരു കുറവും വരാതെ ഈ 2025 ജൂൺ 25 വരെയും എന്നെ ചേർത്ത് പിടിച്ച് എനിക്ക് ശക്തിയും ഊർജവും ബലവും ഓജസ്സും തേജസ്സും നൽകുന്ന ഒരു മഹായിടയൻ്റെ പുരോഹിതനാണ് എന്ന ആത്മാഭിമാനമാണ് എനിക്കുള്ളത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു ധ്യാന പ്രസംഗം നടത്തുകയാണ്. എൻ്റെ സഹനാനുഭവത്തെപ്പറ്റി ഞാൻ അവിടെ പറയുമ്പോൾ അവിടെ അത്യഭിമന്യ ബാവത്തിരുവേനി കടന്നു വന്നു. പിതാവ് കടന്നു വന്നപ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായി ക്യാമറയുടെ കണ്ണുകൾ പിതാവിങ്കിലേക്ക് വെച്ചു. ഞാൻ ഇന്നും സൂക്ഷിച്ചിരിപ്പുണ്ട്. ഞാൻ എൻ്റെ സഹനാനുഭവങ്ങൾ അവിടെ വെളിപ്പെടുത്തുന്ന അവസരത്തിൽ പിതാവിൻ്റെ 2 കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ ഇറ്റിറ്റ് വീഴുന്നത്. ഏത് വലിയ പ്രതിസന്ധിയുടെ മുകളിലും, ഏത് വലിയ പരീക്ഷണ ഘട്ടത്തിലും, ഏത് വലിയ വിമർശനങ്ങളുടെ മധ്യേ തല ഉയർത്തി നിൽക്കുന്ന ഒരു മഹായുദയനാണ് എൻ്റെ പിതാവ് എന്ന് എനിക്കറിയാം. എന്നാൽ പിതാവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ ഇറ്റിറ്റ് വീണത് തൻ്റെ പുരോഹിതൻ ആ പുരോഹിതനെ വേദനിക്കുമ്പോൾ ആ ഹൃദയം പിടഞ്ഞു, ആ ഹൃദയത്തിൻ്റെ ഇടച്ചിൽ നിന്ന് ഉതിർന്നു വീണ ആ കണ്ണീർ കണങ്ങളാണ് അവിടെ ഉതിർന്നു വീണത്. സഹോദരങ്ങളെ, ഞാൻ 2014 വത്തിക്കാനിലെ ശുശ്രൂഷ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരികെ വന്നപ്പോൾ എനിക്ക് മലങ്കര കത്തോലിക്ക സഭയിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ ആദ്യമായി വത്തിക്കാനിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ആ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടതിൽ വലിയ വേദനയൊന്നുമില്ലായിരുന്നു. അല്ലെങ്കിൽ എന്നെ കാത്തിരിക്കുന്ന വലിയ പ്രമോഷനെ പറ്റിയുള്ള ആ വലിയ സ്വപ്നങ്ങളും എനിക്കില്ലായിരുന്നു. എന്നാൽ എന്നെ വേദനിപ്പിച്ചത്, ദൈവമേ, പൗരോഹിത്യത്തിൽ എനിക്കൊരു ശുശ്രൂഷ ഇല്ലാതായി പോയല്ലോ എന്നതാണ്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു കാനോനിക്കൽ സാങ്ഷൻസ് എന്ന് പറയും, അതായത് ഏതെങ്കിലും ഒരു മാരകമായ പാപത്തിൽ ഒരാൾ ഏർപ്പെടുമ്പോൾ അവരെ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ എനിക്ക് ഒരു ശുശ്രൂഷ നിർവഹിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന വേദന, അതാണ് എന്നെ അലട്ടിയത്. ഒരു ദിവസം ഞാൻ 2 കൽപ്പിച്ച് ഇവിടെ തിരുസന്നിധിയിൽ പിതാവിൻ്റെ മുറിയിൽ ചെന്ന് പിതാവിനോട് ഞാൻ പറഞ്ഞു, പിതാവേ, എനിക്ക് ഒരു പള്ളി വേണം. ഒരു ഇടവക വികാരിയായിട്ട് എനിക്ക് സ്ഥാനമേൽക്കാൻ സാധിക്കില്ല. ഞാൻ താമസിക്കുന്ന പള്ളിക്ക്, ഞാൻ സ്ഥലത്തിന് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഇടവകയിൽ ഒരു സഹവികാരിയായിട്ട് ഞായറാഴ്ച ഇടവക ജനത്തോടൊപ്പം ബലി അർപ്പിക്കുവാൻ എനിക്കൊരു അവസരം ഉണ്ടാക്കി തരാമോ? പിതാവിനറിയാം എൻ്റെ ശാരീരികമായ അവസ്ഥയിൽ ഇത് അമിതാവേശമാണ് എന്ന്. പ്രായോഗിക ജ്ഞാനമുള്ള ഒരിടയനാണ് അഭിമന്യ ബാവ തിരുവേനി എന്നോട് പറഞ്ഞു, ജോൺസണച്ചന് ഞാൻ ഒരു പള്ളിയല്ല, തിരുവനന്തപുരം അതിരൂപതയുടെ എല്ലാ പള്ളികളും ഞാൻ അച്ഛനെ ഏൽപ്പിക്കുകയാണ്. ഏത് ഞായറാഴ്ച ഏത് പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് അച്ഛൻ തീരുമാനിച്ചാൽ മതി. അച്ഛന് അവിടെ പോകാം, ബലി അർപ്പിക്കാം, അവിടെ വചനപ്രഘോഷണം നടത്താം. സഹോദരങ്ങളെ, ഈ പ്രേക്ഷിത പ്രവർത്തന മേഖലയിലേക്ക്, വചന ശുശ്രൂഷയിലേക്ക് എന്നെ കൈപിടിച്ച് കയറ്റിയ വാക്കുകളായിരുന്നു അവ. ഞാൻ മുടങ്ങാതെ
സംബന്ധിക്കാറുള്ള 2 വിശുദ്ധ കുർബാനയുണ്ട്. ഒന്ന് ജൂലൈ 15 മാർ യോഹന്നാനീസ് പിതാവിൻ്റെ ആ വിശുദ്ധ കുർബാന ഞാൻ മുടങ്ങാറില്ല. അതുപോലെ തന്നെ ജനുവരി 2 ബാബ തിരുവേലിയുടെ ആ തിരുനാൾ കുർബാന അത് ഞാൻ മുടങ്ങാറില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഏതാണ്ട് 2 വർഷം മുമ്പാണ്, നിങ്ങൾക്കറിയാം, എന്നെ കാറിലേക്കൊക്കെ എടുത്തു കയറ്റുന്നതും അതുപോലെ കസേരയിലേക്ക് എടുത്തു കയറ്റുകയും ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് വലിയ പ്രയാസം തോന്നി. എന്നെ ഇപ്രകാരം കസേരയിൽ എടുത്തിരുത്തുന്ന അവസരത്തിൽ പിറകിൽ നിന്ന് ആരോ ഇങ്ങനെ മർമർ ചെയ്യുന്നത് ഞാൻ കേട്ടു. ഈ അച്ഛൻ ഇതിൻ്റെ ആവശ്യമല്ല ഉണ്ടോ? ഈ തിരുനാൾ കുർബാനയ്ക്ക് ഇവിടെ വരേണ്ട ആവശ്യം എന്താണ്? അച്ഛന് അച്ഛൻ്റെ അൾത്താരയിൽ ഭവനത്തിലായിരുന്നു വിശുദ്ധ കുർബാന അർപ്പിച്ചാൽ പോലെ. എന്നാൽ ജനുവരി 2 ബാബ തിരുവേലിയോട് ചേർന്ന്, എൻ്റെ രൂപതയോട് ചേർന്ന്, എൻ്റെ വൈദികരോട് ചേർന്ന് ബലി അർപ്പിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആ വലിയ ആത്മീയമായ നിർവൃതി, ആനന്ദം, അത് ഒരു സഹോദരങ്ങളെ വാക്കുകൾക്ക് അതീതമാണ്. ഈ നിമിഷം വരെയും എന്നെ സ്നേഹത്തോടെ കരുതലോടെ ചേർത്ത് പിടിക്കുന്ന, വാക്കുകൾക്ക് അതീതമായ രീതിയിൽ എനിക്ക് സ്നേഹവും കരുതലും പരിചരണവും നൽകുന്ന ബാബ തിരുവേനിയോടുള്ള സ്നേഹത്താൽ, നന്ദിയാൽ ഈ ദിവസം എൻ്റെ ഹൃദയം നിറയുകയാണ്. നമുക്കേവർക്കും മാധ്യമങ്ങളിൽ വളരെ സുപരിചിതമായ മുഖമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാറ്. ഞാൻ അദ്ദേഹത്തെ ഇന്നാണ് ആദ്യമായി നേരിൽ കാണുന്നത്. ഞാൻ മാത്രമല്ല, നിങ്ങൾ പലരും ഒരുപക്ഷെങ്കിൽ ആദ്യമായി അദ്ദേഹത്തെ നേരിൽ കാണുന്നത് ഇന്ന് ഇവിടെ വെച്ചാകാം. ദാവീദിൻ്റെ കിന്നരം ആദ്യമായി മീട്ടുവാൻ ആരുടെ കയ്യിൽ ഏൽപ്പിക്കണം? ബോബസച്ചൻ, എൻ്റെ വികാരിയച്ഛൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ പേര് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാറിന് കിട്ടാൻ സാധ്യതയുണ്ട്. അച്ഛൻ പറഞ്ഞു, ഒരു സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമാത്രം തിരക്കുള്ള വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ നടക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് എങ്ങനെ സമയം കണ്ടെത്താൻ സാധിക്കും എന്ന് എനിക്കറിയില്ല. ബോസ് എന്നോട് ചോദിച്ചു, വി ഡി സതീശൻ സാറിനെ വേണം, അദ്ദേഹത്തെ തന്നെ ഇന്നിവിടെ കൊണ്ടുവരണം എന്ന് ജോൺസൺ അച്ഛന് നിർബന്ധം പിടിക്കുവാൻ എന്താണ് കാരണം? എനിക്ക് 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, അദ്ദേഹം നിയമസഭയിലും പുറത്തും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള 2 പ്രസ്താവനകൾ ഒരു കത്തോലിക്ക പുരോഹിതൻ എന്ന രീതിയിൽ എന്നെ ആഴത്തിൽ സ്പർശിച്ച വാക്കുകളാണ്. നമ്മളൊക്കെ വലിയ മാതൃകാ പുരുഷർ, വലിയ ആദർശധീരർ, ഇവരൊക്കെ ഏറ്റുപറയാൻ മടി കാട്ടിയിട്ടുള്ള 2 വാക്കുകൾ അദ്ദേഹം നിയമസഭയിലും പുറത്തും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സാർ, ഞാൻ ദിവസേന പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. ഞാൻ ദിവസേന പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഒരു പക്ഷേങ്കിൽ മതേതരത്വം എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. മതം ഇല്ലാത്ത ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ മതനിരാസമാണ് ഈ മതേതരത്വമെന്ന് പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. എന്നാൽ ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ, ഭാരതത്തിൻ്റെ വീക്ഷണത്തിൽ മതേതരത്വമെന്നാൽ എല്ലാ മതങ്ങളെയും സമഭാവനയോടുകൂടെ കാണുന്ന ആ വീക്ഷണമാണ്. ആ അർത്ഥത്തിൽ ഏറ്റവും വലിയ മതേതരത്വത്തിൻ്റെ പ്രതീകമാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്
എന്ന് എനിക്ക് ശക്തമായി ഇവിടെ ഉദ്ബോധിപ്പിക്കുവാൻ സാധിക്കും. അതുപോലെ വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ വചനം അത് കേൾക്കുകയോ അത് വായിക്കുകയോ അത് പ്രഘോഷിക്കുകയോ ചെയ്യുന്നവൻ അനുഗ്രഹീതൻ എന്ന്. പലപ്പോഴും ഞാൻ ബഹുമാനപ്പെട്ട ആദരണീയനായ പ്രതിപക്ഷ നേതാവിൻ്റെ പല പ്രസംഗങ്ങളും കേട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അനർഗളമായി ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം യാതൊരു തെറ്റും കൂടാതെ അദ്ദേഹത്തിന് എങ്ങനെ ഉച്ചരിക്കാൻ സാധിക്കുന്നു. ചില വാക്കുകളൊക്കെ അദ്ദേഹം പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ബൈബിളിൽ വീണ്ടും പോയി നോക്കിയിട്ടുണ്ട്. കൃത്യമായ കൊട്ടേഷനാണ്. ഇന്ന് ഒരു വലിയ ഔന്നത്യത്തിലേക്ക്, വലിയ ദൈവാനുഗ്രഹത്തിലേക്ക്, ദൈവകൃപയിലേക്ക് കേരളം ശ്രദ്ധിക്കുന്ന ഒരു വലിയ ജനനേതാവായി അദ്ദേഹം മാറിയെങ്കിൽ വെളിപാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വചനം ഈ ജനനേതാവിൽ നിറവേറിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും വായിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനനേതാവാണ് അദ്ദേഹം. മൂന്നാമതായി ഞാൻ അദ്ദേഹത്തിൽ കാണുന്ന പ്രത്യേകത അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ്. നിലപാടുകളിൽ ഉറപ്പുള്ള ഒരു ജനനേതാവാണ് അദ്ദേഹം. ഞാൻ ആശിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നാടിന് ഇതുപോലുള്ള വ്യക്തിത്വമുള്ള, നിലപാടുകളിൽ വ്യക്തതയുള്ളതായ നേതാക്കന്മാർ ഉണ്ടാകട്ടെ. അങ്ങയുടെ സാന്നിധ്യം ഒരു വലിയ അനുഗ്രഹമായി എനിക്ക് എൻ്റെ ചെറിയ പുസ്തകത്തിന് ലഭിച്ച വലിയ അംഗീകാരമായി ഞാൻ സ്വീകരിക്കുന്നു. അങ്ങേ ആദരവോടെ ഞാൻ മാനിക്കുന്നു. പുസ്തകത്തിൻ്റെ പറ്റിയുള്ളതായ വിവരണങ്ങൾ നൽകിയ അഭിവന്യ ഐറീനീസ് പിതാവ് വർഷങ്ങളായുള്ള ആത്മബന്ധമാണ് ഞാനുമായും എൻ്റെ കുടുംബവുമായിട്ടുള്ളത്. 1978 തോന്നുന്നു പുത്തുമ്പടിയ പള്ളിയിൽ എൻ്റെ അങ്കിൾ ഡേവിഡ് ഇല്ലിക്കലച്ചൻ്റെ സഹവികാരിയായി ആരംഭിച്ച ബന്ധമാണ്. ഡേവിഡ് അച്ഛൻ 1987 മരിക്കുന്നതിന് മുമ്പ് കാട്ടുകല്ലച്ഛനെ ഫലമേൽപ്പിച്ചു, എൻ്റെ കുടുംബത്തിൻ്റെ ആത്മീയ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കണം. ഈ പുസ്തകത്തിൻ്റെ ആസ്വാദനം പറയുവാൻ അഭിവന്യ ഐറീനീസ് പിതാവ് തന്നെ വേണം എന്ന് ഞാൻ ആശിച്ചു. കാരണം ഡേവിഡ് ഇല്ലിരിക്കലച്ചൻ്റെ ആഗ്രഹമാണ് ഈ കുടുംബത്തിൻ്റെ ആത്മീയമായ നന്മകൾ, അനുഗ്രഹങ്ങൾ ഈ ലോകത്തോട് പ്രഘോഷിക്കുവാൻ അച്ഛൻ പിതാവിനെ ഏൽപ്പിച്ചതായ ആ ദൗത്യത്തിൻ്റെ ഒരു തുടർച്ചയായി അങ്ങയുടെ ഇന്നത്തെ വാക്കുകളെ ഞാൻ സ്വീകരിക്കുകയാണ്. അഭിവന്യ ഇഗ്നാത്യസ് പിതാവ് ഈ പ്രാവശ്യത്തെ ക്രൈസ്തവ കാഹളത്തിൽ ഞാൻ അദ്ദേഹത്തെ പറ്റി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ തലക്കെട്ട് അനന്തമായ പ്രേക്ഷിത മേഖലയിലേക്കുള്ള പടിയേറ്റം എന്നാണ്. അതായത് മാവേലിക്കര എന്ന ഒരു ഭദ്രാസനത്തിൻ്റെ പരിമിതമായ ആ ടെറിട്ടറിയിൽ നിന്ന് മലങ്കര സഭയിൽ, ഭാരത സഭയിൽ നിങ്ങൾ ലോകമെങ്ങും പോയി കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുകയും എന്ന ആ വലിയ പരിമിതികളില്ലാത്ത അനന്തമായ പ്രേക്ഷിത മേഖലയിലേക്ക് പടിയേറ്റം നടത്തിയിരിക്കുന്ന അഭിവന്യ ഇഗ്നാത്യസ് പിതാവിനെ ഞാൻ നന്ദിയോടുകൂടെ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. അതുപോലെ മാവേലിക്കര രൂപതയിലേക്ക് 29-ാം തീയതി അഭിഷിക്തനാകാൻ പോകുന്ന ഏറ്റവും ആദരണീയനായ
മാത്യുസ്മാർ പോളിക്കാർപ്പോസ് തിരുമേനി ഒരു വികാരി ജനറൽ എന്ന രീതിയിൽ എന്നോട് അങ്ങേയറ്റം നീതി പുലർത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ ശാരീരികമായ അസ്വസ്ഥത അനുഭവിക്കുന്ന അവസരത്തിൽ എന്നെ വന്ന് കാണുവാൻ, എന്നെ സന്ദർശിക്കുവാൻ, എൻ്റെ വിവരങ്ങൾ അന്വേഷിക്കുവാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി, വിനയത്തിൻ്റെ എളിമയുടെ പ്രതീകമായ വ്യക്തി അങ്ങ് തീർച്ചയായും മാവേലിക്കര രൂപതയ്ക്ക് ബിഷപ്പ് മാർ ഇഗ്നാത്യസ് പിതാവിൻ്റെ ഒരു ഏറ്റവും ഉത്തമമായ പിൻഗാമിയായി തുടരുവാൻ സാധിക്കും എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ആദരണീയനായ അഭിവന്യ സിൽവാനോസ് തിരുമേനി, ഇത് വചനവർഷമാണ്. വചനവർഷത്തിൻ്റെ കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുവാനായി അദ്ദേഹം പ്രത്യേകമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിൻ്റെ ഒരു സംഭാവനയായി ഈ പുസ്തകത്തെ സ്വീകരിച്ചുകൊണ്ട് സാന്നിധ്യം വഴിയായി നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. റോമിൽ നിന്ന് അഭിവന്യ കർദിനാൾ ജോർജ് കുവക്കാട്, അതുപോലെ മലങ്കരയുടെ അപ്പോസ്തലിക് നൂൻസിയോ ജോർജ് പനന്തുണ്ടിൽ ഇവർ ആശംസകൾ അർപ്പിച്ചിട്ടുണ്ട്. ഈ പിതാക്കന്മാരോട് ഓരോരുത്തരോടുമുള്ളതായ സ്നേഹവും കടപ്പാടും ഏറ്റവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഫിലിപ്പ് ചെമ്പശ്ശേരിലച്ചനെ പറ്റി ധാരാളം ഇതിനകം തന്നെ പറഞ്ഞു. മലങ്കര കത്തോലിക്ക സഭയിൽ എനിക്ക് തോന്നുന്ന ഏകദേശം 75% വൈദികരുടെയും ഗുരുശ്രേഷ്ഠനാണ് ചെമ്പശ്ശേരിലച്ചൻ. ഞാൻ 1985 സെമിനാരിയിൽ പ്രവേശിക്കുമ്പോൾ അന്ന് എന്നെ മലയാളം, തമിഴ് ഭാഷകൾ പഠിപ്പിക്കുവാനായി അദ്ദേഹം സെമിനാരി അധ്യാപകനായി കടന്നു വന്നു. തുടർന്ന് ഞാൻ തത്വശാസ്ത്രം പഠിപ്പിച്ചൊക്കെ മലങ്കര സെമിനാരിയിൽ പ്രവേശിച്ചപ്പോൾ അവിടെ എൻ്റെ പ്രൊഫസറായി. അതേ തുടർന്ന് റീജൻസി കാലയളവിൽ ക്രൈസ്തവ കാലത്തിൻ്റെ ചീഫ് എഡിറ്ററായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹായിയായി ശുശ്രൂഷ ചെയ്യുവാനുള്ള നിയോഗം എനിക്ക് ലഭിച്ചു. അതേ തുടർന്ന് ഞാൻ ദൈവശാസ്ത്രത്തിന് വേണ്ടി ബാംഗ്ലൂർ സെൻറ്റ് പീറ്റേഴ്സ് സെമിനാരിയിലേക്ക് പോയപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിന് വേണ്ടി അദ്ദേഹം അവിടെ എത്തി. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ സെമിനാരി പഠന കാലയളവ് മുഴുവൻ എന്നെ അനുധാവനം ചെയ്ത ഗുരുശ്രേഷ്ഠനാണ് ഫിലിപ്പ് ചെമ്പശ്ശേരിലച്ചൻ. അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൻ്റെ മോഡറേറ്റർ ലൂഷ്യൻ ലെഗ്രാൻഡ് എന്ന ലോകപ്രസിദ്ധനായ ബൈബിൾ സ്കോളറാണ്. ഒരിക്കൽ എന്നോടും റോയ് അച്ഛനോടും ലെഗ്രാൻഡ് അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. യുവർ ചർച്ച് ഈസ് സോ ബ്ലെസ്ഡ് to have such a genius and brilliant priest like Philip ചെമ്പശ്ശേരി. നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. ആയതിനാൽ ഇന്ന് അങ്ങേക്ക് ഇവിടെ ലഭിക്കുന്ന ഈ ഗുരുപൂജ അത് ഈ വേദിയുടേതല്ല, മലങ്കര കത്തോലിക്ക സഭയിലെ എല്ലാ വൈദികരുടെയും, അങ്ങയുടെ എല്ലാ ശിഷ്യന്മാരുടെയും, എല്ലാ വൈദിക വിദ്യാർത്ഥികളുടെയും ആദരവായി അങ്ങയുടെ പാദാന്തികത്തിൽ ഈ ഗുരുപൂജ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രമാണ് ഈ പുസ്തകം പ്രസാദനം ചെയ്യുന്നത്. അതിൻ്റെ അവതാരിക എഴുതിയത് ഏറ്റവും ആദരണീയനായ ധ്യാനഗുരു ദാനിയേൽ പൂവണത്തലച്ചനാണ്. ഇന്ന് അച്ഛന് ലൂർദിലായിരുന്ന് അദ്ദേഹം ഇന്നത്തെ ഈ പരിപാടികൾ അനുഗ്രഹീതമാകുവാനായി പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടും ധ്യാനകേന്ദ്രത്തോടുമുള്ളതായ
കൃതാർത്ഥത ഞാൻ അറിയിക്കുന്നു. അതുപോലെ ഞാൻ ഈ 500 പേജുകൾ എഴുതി 2 പേരുടെ കയ്യിൽ ഏൽപ്പിക്കുക ചെയ്തത്. തുടർന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ ഫോർമാറ്റിംഗ് ആയിക്കൊള്ളട്ടെ, അതിൻ്റെ കവർ ഡിസൈനിങ് ആയിക്കൊള്ളട്ടെ, അതുപോലെ പ്രിൻറ്റിങ് ആയിക്കൊള്ളട്ടെ, അതുപോലെ ഇന്നത്തെ ഈ സമ്മേളനമായിക്കൊള്ളട്ടെ, ഇതെല്ലാം ക്രമീകരിച്ചത് ബഹുമാനപ്പെട്ട ബോബസ് മാത്യു അച്ഛനും എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഡോക്ടർ കെ തോമസ് ടീമാണ്. അവരുടെ ആ വലിയ സ്നേഹം, കരുതൽ, പിന്തുണ, ത്യാഗം, ഇതിനെ നന്ദിയോടെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ കവർ വളരെ ആകർഷണീയമാണ്. അതിൽ കൊടുത്തിരിക്കുന്നതായ ആ കളർ അത് ഒലിവ് ഗ്രീനാണ്. ഒലിവ് ഗ്രീൻ എന്ന് പറയുന്നത് പ്രത്യാശയുടെ പ്രതീകമാണ്. അതുപോലെ അതിൽ കൊടുത്തിരിക്കുന്ന ആ ഇമേജ്, ദാവീദിൻ്റെ ആ ഇമേജ്, ലിയനാർഡോ ഡാവിഞ്ചിയുടെ ലോകപ്രസിദ്ധമായ ആ ചിത്രമാണ്. ഈ 2 പ്രേരണകൾ ഈ പുസ്തകത്തിൻ്റെ മുഖചിത്രം ഇത്രയും ആകർഷകമാക്കുവാനായി എനിക്ക് നൽകിയത് ഏറ്റവും ബഹുമാനപ്പെട്ട ജോൺ വൈപ്പിലച്ചനാണ്. ജോൺ വൈപ്പിലച്ചനെ ഏറ്റവും നന്ദിയോടെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. എൻ്റെ സഹപാഠി കൂടിയായ ജോൺസൺ പൊതുവെല്ലച്ചനാണ് ഭാഷാപരമായ തിരുത്തലുകൾ എല്ലാം നൽകിയത്. അഭിതായ പറയുകയുണ്ടായി, ഏറ്റവും മനോഹരമായ ഭാഷയിൽ യാതൊരു തിരുത്തുകളും കൂടാതെ ഇത് പ്രസിദ്ധീകരിക്കുവാൻ സാധിച്ചെങ്കിൽ അതിന് പിന്നിൽ ജോൺസൺ പൊതുവെല്ലച്ചൻ്റെ ശക്തമായ പിന്തുണയുണ്ട്. അങ്ങനെയുള്ളതായ സ്നേഹം ഞാൻ അറിയിക്കുന്നു. അതുപോലെ ഇതിൻ്റെ പ്രൂഫ് റീഡിങ് നടത്തിയ പല ആവർത്തി 500 പേജ് അത് 3-4 പ്രാവശ്യം വായിക്കുക എന്ന് പറഞ്ഞാൽ ആയാസകരമായ കാര്യമാണ്. എൻ്റെ സഹോദരി സിസ്റ്റർ കീർത്തന, അതുപോലെ യൂണിറ്റി കൗൺസിലിൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അവർ തന്ന പിന്തുണ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. കവർ ഡിസൈനിങ് ചെയ്ത ഷിൻഗ്രാഫ് CC തോമസ് സാറിനെയും, അതുപോലെ ഇതിൻ്റെ മുദ്രണം നടത്തിയ ഏറ്റവും ബഹുമാനപ്പെട്ട തെക്കേലച്ചനെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഔദ്യോഗികമായ ഒരു നന്ദി പ്രകടനം ഇതിന് ശേഷമില്ല. ആയതിനാൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, യഥാർത്ഥത്തിൽ ഓരോരുത്തരുടെയും പേരെടുത്ത് അറിയേണ്ടതാണ്. എങ്കിൽ തന്നെയും ഞാൻ കുറച്ച് പേരുകൾ മാത്രം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. തിരുവനന്തപുരം അതിരൂപതയുടെ മുഖ്യ വികാരി ജനറൽ വർക്കി ആറ്റുപുറത്ത് കോറപ്പിസ്കോപ്പ, അതുപോലെ വികാരി ജനറൽ തോമസ് കയ്യാലിക്കലച്ചൻ, മാവേലിക്കര രൂപതയുടെ വികാരി ജനറൽ സ്റ്റീഫൻ കൊടുത്തങ്കരടച്ചൻ, ബഥനി സന്യാസ സമൂഹത്തിൻ്റെ അധ്യക്ഷൻ ഗീവറിയസ് കുറ്റിയടച്ചൻ, നവജീവൻ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സിറിലാനന്ദച്ചൻ, അതുപോലെ മേരിമക്കൾ സന്യാസിനി സമൂഹത്തിൻ്റെ അധ്യക്ഷ മദർ ലിഡിയ, തിരുവനന്തപുരം ബഥനി സന്യാസിനികളുടെ പ്രൊവിൻഷ്യൽ മദർ സാന്ദ്ര, വെള്ളിയൂർ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ മദർ ഫ്രാൻസിക്ക, വേറെ ഏതെങ്കിലും മദർമാർ സന്നിഹിതരാണോ എന്നെനിക്കറിയില്ല. അതുപോലെ മലകര മേജർ സെമിനാരിയുടെയും സെൻ്റ് അലോഷ്യസ് വൈദ്യ സെമിനാരിയുടെയും ബഹുമാനപ്പെട്ട റെക്ടേഴ്സ്, പ്രൊഫസേഴ്സ്, കൊല്ലം രൂപതയിൽ നിന്ന് ഇവിടെ സന്നിഹിതനായ ആദരണീയനായ റൊമാൻസ് ആൻ്റണി അച്ഛൻ,
തിരുവനന്തപുരം വൈദിക ജില്ലയിലെ ബഹുമാനപ്പെട്ട വൈദികർ, ഇവിടുത്തെ വിവിധ സ്ഥാപനങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്നതായ വൈദികർ, അതുപോലെ ബഥനി സന്യാസ സമൂഹത്തിലെ വൈദികർ, വിൻസെൻഷൻ സന്യാസ സമൂഹത്തിലെ വൈദികർ ഇവിടെ സന്നിഹിതരാണ്. ഏറ്റവും ബഹുമാനപ്പെട്ട പരിശീലനത്തിനെ സ്നേഹത്തോടെ ഓർക്കുന്നു. ബഥനി സിസ്റ്റേഴ്സ്, മേരി മക്കൾ സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റേഴ്സ്, SH സിസ്റ്റേഴ്സ്, സിസ്റ്റേഴ്സ് ഓഫ് യൂണിറ്റി ചിറ്റാടിയിലെ സിസ്റ്റേഴ്സ്, വിവിധ സ്ഥാപനങ്ങളിലെ മേലധികാരികൾ, അതുപോലെ സ്റ്റാഫ്, ഞാൻ പ്രവർത്തിച്ച ഇടവകളിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ളതായ ഇടവകങ്ങൾ, അഞ്ചൽ ഇടവകയിലെ പ്രിയപ്പെട്ട എൻ്റെ ഇടവകങ്ങൾ, YMCA അംഗങ്ങൾ, എൻ്റെ സുഹൃത്തുക്കൾ, അവസാനമായിട്ടാണെങ്കിലും ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, അതുപോലെ ദൂരത്തായിരുന്നുകൊണ്ട് ഈ പരിപാടികൾ വീക്ഷിക്കുന്ന എൻ്റെ പ്രിയ സഹോദരൻ ബിൽസിച്ചായൻ, അതുപോലെ ജർമ്മനിയിലായിരുന്ന് ഈ പരിപാടികൾക്ക് വിദൂരത്തായിരുന്ന് വേണ്ട ഗൈഡൻസ് തരുന്ന എൻ്റെ സഹോദരപുത്രൻ ജോർജ് തോമസ്, കൈമരുതച്ചൻ എന്നിവരെ എല്ലാം ഒറ്റ വാക്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ആളാം പ്രതി പേര് പറഞ്ഞ് ഞാൻ നന്ദിയോടെ ഓർക്കുകയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളുടെ സാന്നിധ്യത്തിന് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു.